ഇശാ ശേഷം പിതാവ് തന്റെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് മക്കൾ ഉറങ്ങുന്നതായിട്ടാണ് അദ്ദേഹം കാണുന്നത്. മക്കൾ ഇശാ നിസ്കരിച്ചതാണോ എന്ന് അദ്ദേഹം ഭാര്യയോട് ചോദിക്കും. ആ സമയത്ത് ആ ഭാര്യ പറയും, ഒരു നിസ്കരിച്ചിട്ടില്ല, ഇവിടെ കഴിക്കാനാണെങ്കിൽ ഭക്ഷണമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഓരോന്ന് പറഞ്ഞുകാണ്ട് ഞാൻ ഉറക്കിയതാണ്. വീണ്ടും അദ്ദേഹം അവരെ എഴുന്നേൽപ്പിക്കാൻ പറയും. അപ്പോഴും ആ ഭാര്യ തിരിച്ചു പറയും, ഇവിടെ കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല, അവരെ എഴുന്നേറ്റാല് ഭക്ഷണം ചോദിച്ച് കരയാൻ തുടങ്ങും. അപ്പൊ അദ്ദേഹം പറയും, നീ അവരെ എഴുന്നേൽപ്പിക്ക്, നിസ്കാരം എന്നുള്ളത് പടച്ചോൻ നമ്മളോട് കൽപ്പിച്ചതാണ്, റിസ്ക് അത് പടച്ചോൻ തരുന്നതാണ്. അങ്ങനെ അവര് കുട്ടികളെ വിളിച്ച് നിസ്കരിപ്പിക്കും. നിസ്കാരത്തിന് ശേഷം വാതിലൊരു മുട്ട് കേൾക്കും. വാതിൽ തുറന്നു നോക്കുമ്പോ നാട്ടിലെ സമ്പന്നരായിട്ടുള്ള ഒരു വ്യക്തി ഇവർക്ക് ഭക്ഷണമായിട്ട് വന്നതാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയാൻ തുടങ്ങി, ഞാനും നാട്ടിലൊരു പ്രമാണിയും കൂടെ ഈ ഭക്ഷണം കഴിക്കാനിരിക്കായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ തമ്മിൽ വാക്ക് തർക്കമുണ്ടായി. ആ സമയത്ത് ഞാൻ ഉറപ്പിച്ചു, ഞാൻ ഈ ഭക്ഷണം കഴിക്കൂല, പകരം ഞാൻ ഇതുമായിട്ട് നടക്കുമ്പോ ആരുടെ വീടിന് മുമ്പിലാണ് എത്തിപ്പെടുന്നത് അവർക്ക് ഞാൻ ഈ ഭക്ഷണം നൽകൂ. ഞാൻ ആദ്യം എത്തിപ്പെട്ടതും നിങ്ങളെ വീടിന്റെ മുമ്പിലാണ്. അള്ളാഹു ആണേ സത്യം, എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് ഈ വീട്ടിന്റെ മുമ്പിൽ എത്തിയത് എന്ന്. ആ സമയത്ത് പിതാവ് 2 കൈകൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തു. അള്ളാഹുവിനെ സ്തുതിക്കുകയും അവന്റെ മേലെ തവക്കുലാക്കുകയും ചെയ്താല് രാവിലെ ഒട്ടിയ വയറുമായിട്ട് പുറപ്പെട്ടുകാണ്ട് വൈകുന്നേരം നിറവയറുമായി എത്തുന്ന പക്ഷികളെ പോലെ തന്നെ അള്ളാഹു നമ്മളെയും ഭക്ഷിക്കും.